ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അയാൾ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണ് എന്ന്, അല്ലേ? ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരുപാട് പണമുണ്ട് എന്ന് കരുതി അയാൾ ജീവിതത്തിൽ വിജയിച്ച ഒരാളായിരിക്കുമോ? സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ ജീവിതത്തിൽ വിജയിച്ച ഒരാളാണോ? നല്ല വെൽ ഡ്രസ്സിൽ ഒരു കാറിലൊക്കെ വന്നിറങ്ങിയാൽ അയാളെ നമുക്ക് ജീവിതത്തിൽ വിജയിച്ച ഒരാളാണെന്ന് പറയാനാവുമോ? സത്യത്തിൽ എന്താണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്? ഒരുപാട് പണമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, എടുത്താൽ തീരാതെ പണമുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളും നമ്മുടെ സമൂഹത്തിൽ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയിട്ടുണ്ട്. പാതി വഴിയിൽ ആത്മഹത്യ ചെയ്ത് കടന്നുപോയിട്ടുണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാണ്? സാമ്പത്തികമായിട്ട് വലിയ വിജയങ്ങൾ നേടിയ ഒരാൾ ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്തിന് അവനവൻ്റെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു പോകണം? അപ്പോൾ പണമുണ്ട് എന്ന് കരുതി ഒരാൾ യഥാർത്ഥ വിജയം നേടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും, അല്ലേ? സമൂഹത്തിൽ അറിയപ്പെടുന്ന കുറേ ആളുകളില്ലേ, അവരൊക്കെ ജീവിതത്തിൽ സമ്പൂർണമായിട്ട് വിജയിച്ച ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ വിജയിച്ച ആളുകളായിരിക്കാം, എന്നാൽ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്? യഥാർത്ഥ വിജയം നമ്മുടെ സന്തോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നിങ്ങൾ എത്രമാത്രം ജീവിതത്തിൽ സന്തോഷിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയാണോ പരാജയപ്പെട്ട വ്യക്തിയാണോ എന്ന് നമുക്ക് അളക്കാനാവുക, വിലയിരുത്താനാവുക. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ പൈസയുണ്ട്, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് മാത്രം കിട്ടിയ ഒരാൾക്ക് ജീവിതത്തിൽ പൂർണ്ണമായിട്ടും സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നില്ല. ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിലൊന്നാമത്തെ കാര്യം വ്യക്തിപരമായ കാര്യങ്ങളാണ്. വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. മറ്റൊന്ന് കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. മൂന്നാമത് സാമൂഹ്യപരമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. സാമ്പത്തികമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. മറ്റൊന്ന് ജോലിപരമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താനായാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് അടിവരയിട്ട് നമുക്ക് പറയാനാവും. എന്നാൽ ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പോലും നമുക്ക് സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റ് 4 മേഖലകളെയും 4 കാര്യങ്ങളെയും ബാധിക്കുന്നിടത്ത് ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ വിജയവും നഷ്ടപ്പെടുന്നു എന്നത് നമുക്ക് കാണാനാവും. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് വ്യക്തിപരമായ കാര്യങ്ങൾ? ജസ്റ്റ് ഒരു ഉദാഹരണത്തിലേക്ക് പോയാൽ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് അപകർഷത ബോധം ഉണ്ടെന്ന് കരുതുക. ഏതെങ്കിലും കാര്യത്തിൽ അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യമാണ്, അല്ലേ? നമുക്ക് എന്തെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്തെങ്കിലും ആവട്ടെ, ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളെയും അത് ബാധിക്കും. നമ്മുടെ ജോലിയെ ബാധിക്കും, നമ്മുടെ കുടുംബപരമായ കാര്യങ്ങളെ ബാധിക്കും, മറ്റ് സാമൂഹികപരമായ ഇടപെടലുകളിലൊക്കെ അത് ബാധിക്കും. അങ്ങനെ ബാധിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണ്? സന്തോഷമാണ്. ആ സന്തോഷം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതത്തിന് എന്ത് ഭംഗിയാണ് നമുക്ക് നൽകാനാവുക? അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അപകർഷതാബോധമോ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ അത് ആദ്യം പരിഹരിച്ചുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം കുടുംബപരമായ കാര്യങ്ങളിലാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുടുംബപരമായ കാര്യങ്ങളിലാണ്, അല്ലേ? നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛനമ്മമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ പൊതുവെ ഈ കാലഘട്ടത്തിൽ കാണാറുണ്ട്. ഒരു പൊരുത്തക്കേട്, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളാണ്, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജോലിയെയും മറ്റുള്ള പല കാര്യങ്ങളെയും ബാധിക്കും. നമ്മുടെ സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ കാരണമായിട്ടത് മാറും. അപ്പോൾ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്ത് ആ കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താനാവണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം? സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടും, അല്ലേ?
നമുക്കൊരു വിലയും ഒരു അംഗീകാരവും തരാത്ത രീതിയിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും. അവിടെ വലിയ അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, അവഗണനകൾ അനുഭവിക്കേണ്ടി വരും. സമൂഹത്തെ ഫേസ് ചെയ്യാൻ മടിയായിരിക്കും. നമ്മളിലേക്ക് തന്നെ ഒതുങ്ങും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ വ്യക്തിത്വവും ജീവിതവും മാറിപ്പോകും. അപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ, നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ മോശമാണെങ്കിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? മോശമായിട്ട് മറ്റുള്ളവരോട് ഇടപെടുക കഴിഞ്ഞാൽ, സംസാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഒക്കെ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നമ്മൾ ആ പ്രശ്നത്തെ വളരെ മനസ്സ് തുറന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങാനും സമൂഹത്തോടൊപ്പം നിൽക്കാനും നമുക്ക് കഴിയണം. അവിടെ വീണ്ടും സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. സാമൂഹികപരമായ ഇടപെടലുകളിലും നമ്മൾ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. സാമൂഹികപരമായ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ അവിടെ സൗഹൃദങ്ങൾ പോലുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സന്തോഷങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ജീവിതം കുറെ കൂടി ഭംഗിയുള്ള ഒന്നായി മാറുന്നത്. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങളാണ്. നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ടാകും, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകും, നല്ല ബന്ധങ്ങൾ ഉണ്ടാകും, പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല, നല്ല കുടുംബം ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ വലിയ പരാജയമായിരിക്കും, അല്ലേ? ചിലപ്പോൾ ഒരുപാട് കടങ്ങൾ, ബാധ്യതകൾ, അടവുകളൊക്കെ തെറ്റിക്കിടക്കുന്നുണ്ടാവും, ജപ്തി വന്നിട്ടുണ്ടാവും. അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നില്ലേ? സാമൂഹികപരമായ ഇടപെടലുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ, മറ്റു പല കാര്യങ്ങളിലും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഈ സാമ്പത്തികമായ പ്രശ്നം ബാധിക്കും. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം സന്തോഷങ്ങൾ കണ്ടെത്തിയാൽ അയാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാനാവില്ല. എല്ലാ കാര്യങ്ങളിലും സന്തോഷങ്ങൾ കണ്ടെത്താനാവണം. അതാണ് നാലാമത്തെ ഈ ഒരു കാര്യവും. പണം സമ്പാദിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രശ്നം എന്താ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ നിലവിലുള്ള വരുമാനം നമുക്ക് എങ്ങനെയെങ്കിലും കൂട്ടാൻ കഴിയണം. പുതിയ വരുമാന മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താനാവണം. ഈ ചെറിയ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ട് വരുമാനം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ സന്തോഷങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാവും. തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമുള്ള കാര്യവുമാണ്. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോലിപരമായ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷങ്ങളെ കണ്ടെത്താൻ കഴിയണമെന്നാണ്. നല്ല ജോലിയൊക്കെ ഉണ്ടാകും, ഇഷ്ടം പോലെ ശമ്പളമൊക്കെ ഉണ്ടാവും, ജീവിതത്തിൽ മറ്റുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ഓക്കെ ആയിരിക്കും, കുടുംബപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും നമ്മളൊരു പക്ഷേ അനുഭവിക്കുന്നുണ്ടാവും. സഹകരണമില്ലാത്ത അവസ്ഥ, മറ്റ് സഹപ്രവർത്തകരിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥ, ഇത് നമ്മുടെ ജീവിതത്തെ വളരെ അസ്വസ്ഥമാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവിടെ എങ്ങനെയാണ് മറ്റുള്ളവരോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് ചിന്തിച്ച് അവിടെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ജോലി സ്ഥലത്താണ് നമ്മൾ ചെലവഴിക്കുന്നത് എന്ന് മറന്നു പോകണ്ട. അവിടെ നമുക്ക് വളരെ മികച്ച ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ജോലിപരമായ സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അവിടെയും സന്തോഷങ്ങൾ കണ്ടെത്തുക. ഈ 5 കാര്യങ്ങളിൽ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. അതുതന്നെയാണ് യഥാർത്ഥ വിജയത്തിൻ്റെ അളവുകോലും. നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാന തത്വമെന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. സന്തോഷങ്ങൾ കണ്ടെത്തുക ജീവിതത്തിൽ. ജീവിതം ആത്യന്തികമായിട്ട് എന്താണ് നമ്മളോട് പറയുന്നത്? ജീവിതത്തിൽ സന്തോഷിക്കുക, സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കുക, ജീവിതം ആഘോഷിക്കുക. അതിലപ്പുറം ജീവിതത്തിന് വലിയ മാനങ്ങളും മാനദണ്ഡങ്ങളും ഒന്നും നമ്മൾ നൽകേണ്ടതില്ല. അതിലപ്പുറം എന്താണ് നമുക്ക് നൽകാനുള്ളത്? ഒന്നും നൽകാനില്ല. ജീവിച്ചിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ സന്തോഷിക്കുകയും ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം കടന്നു പോകുന്ന ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടൊന്ന് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. അത് നമ്മുടെ സന്തോഷങ്ങളുടെ ഭാഗമാണ്. നമ്മൾ ജീവിതം ആസ്വദിക്കുന്നതിൻ്റെയും ആഘോഷിക്കുന്നതിൻ്റെയും ഭാഗമാണ്. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഇവിടെ അടയാളപ്പെടുത്തി കടന്നു പോവുക എന്നുള്ളത്, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത്, അതൊക്കെ സന്തോഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്തുക. നമ്മൾ മറ്റെന്ത് നേടിയിട്ടും കാര്യമൊന്നുമില്ല, എന്ത് അംഗീകാരങ്ങൾ നേടിയിട്ടും സാമ്പത്തികമായിട്ട് എത്ര വളർന്നിട്ടും
നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പരാജയമായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ഒന്നാമത് വ്യക്തിപരമായ കാര്യം, കുടുംബപരമായ കാര്യം, സാമൂഹികപരമായ കാര്യം, ജോലിപരമായ കാര്യം, സാമ്പത്തികപരമായ കാര്യം, ഈ 5 കാര്യങ്ങളിലും നമ്മൾ സന്തോഷങ്ങൾ, പരമാവധി സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതിലൂടെ ജീവിതം കുറെ കൂടി മനോഹരമാക്കാൻ, ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.